യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നടന്ന വാക്കേറ്റത്തിനു ശേഷം യുക്രൈന് എല്ലാ സൈനിക സഹായവും നിർത്തിവെച്ചതായി വൈറ്റ് ഹൗസ്. റഷ്യയുമായുള്ള സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകാൻ യുക്രൈൻ പ്രസിഡന്റിനോട് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. യുദ്ധം അവസാനിക്കാനുള്ള ശ്രമങ്ങൾ ഭാഗികമായി ട്രംപ് സെലൻസ്കിയും കഴിഞ്ഞ ദിവസത്തിൽ കൂടിക്കാഴ്ചയിൽ നടത്തി. പ്രശ്നപരിഹാരത്തിന് തീരുമാനമാകാതെ കൂടിക്കാഴ്ച ഒടുവിൽ വാക്കേറ്റത്തിൽ കലാശിച്ചു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ കടുത്ത നടപടി. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകും വരെ അമേരിക്കൻ യുക്രൈൻ സാമ്പത്തിക ആയുധ സഹായം നൽകില്ല. പ്രശ്നപരിഹാരത്തിന് യുക്രൈനിൽ സമ്മാനിച്ച മാത്രമേ ഇനി സഹായിക്കൂവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. യുക്രൈനിലെ ധാതു വിഭവങ്ങൾ സംബന്ധിച്ച് അമേരിക്കയുമായി കരാറിൽ ഒപ്പിടാൻ താൻ തയ്യാറായത് കഴിഞ്ഞ ദിവസം സെലൻസ്കി അറിയിച്ചിരുന്നു. എന്നാൽ ഒരു കരാറുമില്ലാതെയാണ് അദ്ദേഹം വാഷിംഗ്ടണിൽ നിന്നും മടങ്ങിയത്. യുക്രൈനും യുഎസും തമ്മിലുള്ള സുരക്ഷാ ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഒരു ചുവടുവെപ്പായാണ് ധാതു ഇടപാടിനെ കണ്ടത്. പക്ഷേ യുഎസും യുക്രൈനും തമ്മിലുള്ള പിരിമുറുക്കം ഏറിയ സാഹചര്യത്തിലാണിത്. വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ക്ഷണിച്ചാൽ വീണ്ടും വൈറ്റ് ഹൗസിൽ എത്തുമെന്നും സെലൻസ്കി പറഞ്ഞു. യുക്രൈന്റെ ഭൂമി റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാനാവില്ലെന്നും സെലൻസ്കി വ്യക്തമാക്കി. ട്രംപുമായുള്ള കൂടിക്കാഴ്ച വാക്കുപോരിൽ കലാശിക്കുന്നതിന് പിന്നാലെ അമേരിക്കയ്ക്കും ട്രംപിനും നന്ദി പറഞ്ഞുകൊണ്ട് സെലൻസ്കി രംഗത്തെത്തി. അമേരിക്ക നൽകിയ പിന്തുണയ്ക്കും സൈനിക സഹായത്തിനും നന്ദി പറയുകയായിരുന്നു സെലൻസ്കി.